ഹദീസിന്റെ താളുകളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ കാരുണ്യത്തെക്കുറിച്ചും അവന്റെ വലിയ റഹ്മത്തിനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സംസാരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറയുകയാണ്, ഖുൽ നബിയേ പറയുക, നബിയെ ചോദിക്കുക, ആകാശഭൂമികളിലുള്ളതെല്ലാം ആരുടെ അധീനതയിലാണ്, ആരുടെ സംരക്ഷണത്തിലാണ്, ആരുടെ ഉടമസ്ഥതയിലാണ്? ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, ലില്ലാഹ്, അല്ലാഹുവിനാണ്, പടച്ചറബിന് മാത്രമാണ്. എന്നിട്ട് നബിയെ പറഞ്ഞു കൊടുക്കുക, കതബ അലാ നഫ്സിഹിർ റഹ്മ, കതബ അലാ നഫ്സിഹിർ റഹ്മ, അവനവന്റെ സ്വന്തത്തിൽ കാരുണ്യം നിർബന്ധമാക്കിയിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്. അല്ലാഹു അവന്റെ സ്വന്തത്തിൽ കാരുണ്യം നിർബന്ധമാക്കിയിരിക്കുന്നു. അവനവന്റെ സ്വന്തത്തിൽ തന്നെ കാരുണ്യം എഴുതി ചേർത്തിരിക്കുന്നു. എത്ര സുന്ദരമായ വാക്കുകളാണിത് പ്രിയപ്പെട്ടവരെ. സമാശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും പാരമ്യത്തിലേക്ക് മനുഷ്യന്റെ ഹൃദയത്തെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന റബ്ബിന്റെ വചനങ്ങളാണിത്. കതബ അലാ നഫ്സിഹിർ റഹ്മ, അല്ലാഹു അവന്റെ സ്വന്തത്തിൽ അതാ റഹ്മത്ത് എഴുതി ചേർത്തിരിക്കുന്നു. റഹ്മത്ത് അവന് നിർബന്ധമാക്കിയിരിക്കുന്നു. ഇതിന് തെളിവായി എത്രയോ ഹദീസുകൾ അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 99 ആളെ കൊന്നൊരു മനുഷ്യനതാ പശ്ചാത്താപ വിവശനായ ഒരു പണ്ഡിതന്റെ അടുത്തേക്ക് പോകുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, 99 ആളെ കൊന്നൊരു മനുഷ്യൻ അല്ലാഹു പുറത്തു കൊടുക്കുമോ? ആ മനുഷ്യൻ പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു സാധ്യതയുമില്ല, പുറത്തു കൊടുക്കാൻ ഒരു സാധ്യതയുമില്ല. ആ പണ്ഡിതനെയും കൊന്നുകളഞ്ഞിട്ട് ഈ മനുഷ്യനതാ 100 തികക്കുകയാണ്. എന്നിട്ട് വീണ്ടും കുറെ കാലത്തിന് ശേഷം മറ്റൊരു പണ്ഡിതന്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, 100 പേരെ കൊന്നു ഒരുത്തന് അള്ളാഹു പുറത്തു കൊടുക്കുമോ? പശ്ചാത്താപം നൽകുമോ? യഥാർത്ഥ അറിവും വിവരവുമുള്ള പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുന്നു, തീർച്ചയായും റബ്ബ് പുറത്തു കൊടുക്കും. കാരണം അള്ളാഹുവിന്റെയും അവന്റെ അടിമയുടെയും ഇടയിൽ മറ സൃഷ്ടിക്കാൻ ഞാൻ ആരാണ്? അള്ളാഹു അവന്റെ അടിമക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് പറയാൻ ഞാൻ ആരാണ് എന്ന് ആ പണ്ഡിതനത പ്രതികരിക്കുകയാണ്. എന്നിട്ട് വന്ന മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. എന്താണത്? ഇപ്പൊ നീ ജീവിക്കുന്ന നാടുണ്ടല്ലോ, ഇപ്പൊ നീ ജീവിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ തുടർന്ന് ജീവിക്കാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് ആ നാട്ടിൽ നിന്ന് നീ പലായനം ചെയ്യണം. എവിടേക്കാണ് പോകേണ്ടത്? എന്നാൽ ഇന്ന സ്ഥലത്തേക്ക് പോകണം. അവിടെ ഒരു കൂട്ടം ആളുകളുണ്ട്, അവരതാ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് കാലം കഴിക്കുകയാണ്, റബ്ബിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് അവിടേക്ക് നീ പോകണമെന്ന് ആ പണ്ഡിതനതാ ഉപദേശിക്കുകയാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അള്ളാഹുവിനോടുള്ള പശ്ചാത്താപം കൊണ്ട് വിവശനായി തൗബയുടെ മനസ്സോടുകൂടി ആ മനുഷ്യനതാ പുറപ്പെടുകയാണ്. തൻ്റെ ഇത്രയും നാൾ ജീവിച്ച തെമ്മാടിത്തത്തിന്റെയും വൃത്തികേടിന്റെയും തോന്നിയവാസത്തിന്റെയും നാട്ടിൽ നിന്ന് ആ മനുഷ്യനതാ പലായനം ചെയ്യുന്നു. ഈ പണ്ഡിതൻ പറഞ്ഞു കൊടുത്ത നാട്ടിലേക്ക് പലായനം ചെയ്യുകയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പലായനത്തിനിടയിൽ ഈ മനുഷ്യന്റെ അവധി കഴിഞ്ഞു പോകുകയാണ്. അയാളുടെ മരണത്തിന്റെ സമയമെത്തുകയാണ്. സാധാരണ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിക്കുമ്പോ ഒന്നിക്കിൽ റഹ്മത്തിന്റെ മലക്കുകളാണ് വരിക, അല്ലെങ്കിൽ അദാബിന്റെ മലക്കുകളാണ് വരിക. ഏതെങ്കിലും ഒരു വിഭാഗം മലക്കുകൾ മാത്രമേ മനുഷ്യന്മാരുടെ അടുത്തേക്ക് വരികയുള്ളൂ. റഹ്മത്തിന്റെ മലക്കുകളെ കണ്ടുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് ഏവർക്കും നൽകട്ടെ. എന്നാൽ ഈ മനുഷ്യന്റെ കാര്യത്തിൽ അത്ഭുതകരമായ സംഭവമാണ് നടന്നത്. ഒരു ഭാഗത്ത് നിന്ന് റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നു, മറുഭാഗത്ത് നിന്ന് അദാബിന്റെ മലക്കുകൾ വരുന്നു. 2 മലക്കുകളും വരികയാണ്. എന്നിട്ട് അവർ പരസ്പരം തർക്കിക്കുകയാണ്. റഹ്മത്തിന്റെ മലക്കുകൾ പറയുന്നു, ഈ മനുഷ്യൻ തൗബ ചെയ്തവനാണ്, അള്ളാഹു ഇയാൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്, മാപ്പ് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഇയാൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടവനാണ്. അദാബിന്റെ മലക്കുകൾ പറയുന്നു, ഇയാളുടെ തൗബ പൂർത്തിയായിട്ടില്ല, ഇയാൾ ആ നാട്ടിലേക്ക് എത്തിയിട്ടില്ല, എത്തിയെങ്കിൽ മാത്രമേ ഇയാളുടെ തൗബ പൂർത്തിയാവുകയുള്ളൂ, അതുകൊണ്ട് ഇയാൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടവനാണ്. അള്ളാഹു അതാ 3ാമതൊരു വിഭാഗം മലക്കുകളെ ആ വഴിക്ക് പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് ആ മലക്കുകൾ അതാ മധ്യസ്ഥം വഹിക്കുകയാണ്. എന്താണ് മധ്യസ്ഥം? നിങ്ങൾ രണ്ടും തർക്കിക്കേണ്ടതില്ല, ഈ മനുഷ്യൻ എവിടേക്കാണ് കൂടുതൽ അടുത്തു നിൽക്കുന്നതെന്ന് നോക്കുക. ഈ പറയുന്ന നല്ല മനുഷ്യർ അല്ലാഹുവിനെ ആരാധിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ നാട്ടിലേക്കാണ് ഇയാളുടെ കാൽപ്പാടുകൾ അടുത്തു നിൽക്കുന്നതെങ്കിൽ ആ മനുഷ്യനെ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോകുക. അതിൽ ഇയാളുടെ കാൽപ്പാടുകൾ അടുത്ത് നിൽക്കുന്നത് ഇത്രയും നാൾ ഇയാൾ ജീവിച്ച വൃത്തികേടിന്റെയും തോന്നിയവാസത്തിന്റെയും നാട്ടിലേക്കാണെങ്കിൽ ഇയാളെ അദാബിന്റെ മലക്കുകൾ കൊണ്ടുപോകുക. സംഭവിച്ചത് എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന്റെ തീരുമാനം ആ മനുഷ്യന്റെ ആത്മാവിനെ റഹ്മത്തിന്റെ മലക്കുകളുടെ കയ്യിലേക്ക് കൊടുക്കുക എന്നതായിരുന്നു. അളന്നു നോക്കിയപ്പോ ഏതാനും കാലടികളതാ അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ നാട്ടിലേക്ക് അടുത്ത് കിടക്കുന്നു.
റഹ്മത്തിന്റെ മലക്കുകൾ ആ മനുഷ്യനെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫൻ പുടവയിൽ പൊതിഞ്ഞുകൊണ്ട്, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന അത്തറകൾ പൂശിക്കൊണ്ട് ആകാശലോകത്തേക്ക് കൊണ്ടുപോയതായിട്ടാണ്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതായിട്ടാണ്, ബർസഖിലേക്ക് കൊണ്ടുപോയതായിട്ട് പറഞ്ഞിട്ടാണ് ആ ഹദീസ് അവസാനിക്കുന്നത്. ആലോചോക്കങ്ങൾ പ്രിയപ്പെട്ടവരെ, 100 പേരെ കൊന്നൊരു മനുഷ്യനെ തന്റെ റഹ്മത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളാണ് അള്ളാഹു പറയുകയാണ്, ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദിയല്ലദീന അസ്റഫൂ, അതിര് കവിഞ്ഞുപോയ എന്റെ അടിമകളെ, പാപങ്ങളിൽ അതിര് കവിഞ്ഞുപോയ എന്റെ അടിമകളെ, അവരോട് പറയാനാണ് അള്ളാഹു പറയുന്നത്. എന്താണ് പറയാൻ പറയുന്നത്? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെട്ടു പോകരുത്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിരാശപ്പെട്ടു പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുന്നതാണ്, മാപ്പ് നൽകുന്നതാണ്. 2 രീതിയിലാണ് റബ്ബിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയത്. ഒന്നാമത്തെ രീതി അതിന്റെ ഖുദ്റത്തുകൾ കാണിച്ചിട്ടാണ്, ആകാശത്തെ കാണിച്ചിട്ടാണ്, ഭൂമിയെ കാണിച്ചിട്ടാണ്, മനുഷ്യന്റെ ശരീരത്തെ കാണിച്ചിട്ടാണ്, അവനവൻ നൽകിയ ഭക്ഷണത്തെ കാണിച്ചിട്ടാണ്. 2ാമത്തെ രീതി അള്ളാഹുവിന് മനുഷ്യനോടുള്ള സ്നേഹത്തെ കാണിച്ചിട്ടാണ്, ആ സ്നേഹത്തെ പറഞ്ഞു കൊടുത്തിട്ടാണ്. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്തിനാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്ക് ഞാൻ മതിയായവനാണ്. അലൈസല്ലാഹു ബികാഫിൻ അബദാ, അള്ളാഹുവിന്റെ അടിമക്കവൻ മതിയായവനാണ്. ജാറങ്ങൾ വേണ്ട, മക്ബറകൾ വേണ്ട, ഔലിയാക്കൾ വേണ്ട, അമ്പിയാക്കൾ വേണ്ട, ശുഹദാക്കൾ വേണ്ട, റബ്ബ് മാത്രം മതിയായവനാണ്, അള്ളാഹു മാത്രം മതിയായവനാണ്. ഈ ഒരു ആദർശം പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടിയാണ് ഇത്രയേറെ റബ്ബ് സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാലോ ഈ പറയുന്ന അള്ളാഹു പറഞ്ഞയച്ച അമ്പിയാക്കളുടെ ആ നുബുവത്തിന്റെ തെളിവായി പടച്ച റബ്ബ് അവർക്ക് കൊടുത്ത മുഅ്ജിസത്തിനെ തന്നെയാണ് ഈ ശിർക്കിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ഇവർ ഉപയോഗിക്കുന്ന ആയുധം. അള്ളാഹു ഇഷ്ടപ്പെട്ട ചില അടിമകളുണ്ട്.